നിങ്ങളൊരു ഷുഗർ പേഷ്യൻ്റ് ആണെന്നിരിക്കട്ടെ, എങ്കിൽ അവരുടെ ജീവിതശൈലി എങ്ങനെയാണ് ക്രമീകരിക്കേണ്ടത്? ഡയബറ്റീസ് ഉള്ള ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ അത് എഡ്യൂക്കേഷൻ, അതായത് ഡയബറ്റീസിനെ പറ്റി മനസ്സിലാക്കുക. അല്ലാതെ വെറുതെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് പോയി ഷുഗർ ഫാസ്റ്റിങ്ങോ ആഫ്റ്റർ ഫുഡും നോക്കിയിട്ട് പോയിട്ട് കാര്യമില്ല. ഡയബറ്റീസ് എന്തുകൊണ്ട് വരുന്നു, അതെങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും, അതിനെന്തൊക്കെയാണ് കോംപ്ലിക്കേഷൻസ്, ഇത് ഇത്രയും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഡയബറ്റീസ് നന്നായിട്ട് ട്രീറ്റ് ചെയ്ത് പോകാൻ കഴിയും. കാരണം പലരും ഇന്ന് വരുന്ന ആൾക്കാർ ചിലപ്പോൾ 3 വർഷം കഴിഞ്ഞായിരിക്കും വരുന്നത് ചെക്കപ്പിന്. പക്ഷെ ചിലർ എല്ലാ മാസവും വന്ന് റെഗുലറായിട്ട് ചെക്കപ്പ് ചെയ്യുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് കോംപ്ലിക്കേഷൻസ് കുറഞ്ഞാണ് കാണുന്നത്. പിന്നെ ഞാൻ പറയുന്നത്, ഒരു ഡയബറ്റീസ് ഉള്ള ഒരാൾ, ഇപ്പം നമ്മളൊരു 8 മില്യൺ ആൾക്കാരെ ഡയഗ്നോസ് ചെയ്തു ഡയബറ്റീസ് ഉണ്ടെന്ന്. 8 മില്യൺ ആൾക്കാർ അൺഡയഗ്നോസ്ഡ് ആയിട്ട് നടക്കുകയാണ്. അവർ പ്രീ ഡയബറ്റിക് സ്റ്റേജിലാണ്. കാരണം എന്തെന്ന് വെച്ചാൽ ഡയബറ്റീസ് വരികയാണെങ്കിൽ ഒരു 10 വർഷം മുന്നേ തന്നെ നമ്മളൊരു പ്രീ ഡയബറ്റിക് സ്റ്റേജിലായിരിക്കും. അതായത് ഫാസ്റ്റിംഗ് ഷുഗർ മോർ ദാൻ 110 ആണെങ്കിൽ നമുക്ക് പ്രീ ഡയബറ്റീസ് ആണെന്ന് പറയാം. അതുകൊണ്ട് എപ്പോഴും നമ്മളൊരു ഫാസ്റ്റിംഗ് ഷുഗർ നോക്കുക. പിന്നെ HbA1c നോക്കണം. പിന്നെ ഞാൻ പറയുന്നത്, ഡയബറ്റീസ് ഉള്ള ആൾ ഒരു 10 ടെസ്റ്റ് കമ്പൾസറി ആയിട്ട് എല്ലാ വർഷവും ചെയ്തിരിക്കണം.